രാവിലെ തന്നെ ബിജുവേട്ടനും ചാൾസേട്ടനും കൂടെ സൗണ്ട് ഉണ്ടാക്കി എല്ലാവരും എണീപ്പിച്ചു. ആനയെ ഓടി നമ്മൾ എണീക്കുകയും ചെയ്ത്. നല്ല തണുപ്പും നല്ല ഉറക്കമായിരുന്നു. എല്ലാവരും അത് കാണാൻ വേണ്ടി വന്നിരിക്കുക ഉറക്കം എണീറ്റ്. അപ്പം ഗൈസ് നമ്മൾ ഓഫ് റോഡ് കയറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട്. ഇപ്പോൾ ആന വന്നിട്ടുണ്ട്. ആന വന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഒരാളെ കുറവുണ്ടല്ലോ, ഒരാളെ ഇതുകൊണ്ടില്ല. ശ്രീറാം കയറിയ അപ്പോൾ കൈതപ്പാറിലൊരു ഹീഡൻ വാട്ടർഫോൾ. എല്ലാവരും ഒന്ന് ഫ്രഷായി ഒന്ന് സെറ്റായി കുളിച്ചൊന്ന് ഫ്രഷ് ആവുന്നതിനുള്ള പരിപാടിയാണ്. ഒരു വാട്ടർഫോളിലേക്ക് പോകുന്നു ഗൈസ്. ഞങ്ങൾ അപ്പുറം ഇടാം, അപ്പുറത്ത് ഇറങ്ങിപ്പാ. അവിടെ നിന്ന് ഇറങ്ങണം, അവിടെ നിന്ന് ഇറങ്ങാം. ഊഹിക്കാത്തോടെ ഇറങ്ങിപ്പോയാലോ? ഇറങ്ങിപ്പോ പറഞ്ഞല്ലേ പ്രസാദം പ്രസാദം. നല്ല അട്ടയുണ്ട്. അട്ടയുടെ ശല്യം പേടിച്ച് എല്ലാവരും സാനിറ്റൈസർ കഴിക്കുക. കുറച്ച് അട്ട അടിച്ചാലും കാട്ടി ഫുള്ളൊരു വാട്ടർഫോൾ കാണാൻ പറ്റും. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും കുളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം സ്കൂളിലൊക്കെ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലായിട്ടാണ്. അപ്പം അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. എല്ലാവരും വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. തിരക്കാണ് ഇവിടെ നിന്ന്. ഗൈസ് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നതെന്ന് അറിയുന്നില്ല. ഓഫ് റോഡാണ് ശരി. അപ്പോൾ വണ്ടികൾ ഓരോന്നായിട്ടേ കയറി പോകാൻ പറ്റത്തുള്ളൂ. ഒരു വണ്ടി കയറി പോയിട്ടേ അടുത്ത വണ്ടിക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ പോവുകയാണ് ഗൈസ്. പുള്ളിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. ഒരു ടാറ്റ ബൈ ബൈ പറ. ഒരു ടാറ്റ ബൈ ബൈ പറ. ബൈ. ഇടയ്ക്ക് മിസ് ആവുന്നു. ട്രിപ്പിന്റെ ഇടയ്ക്ക് ഞങ്ങൾ സ്കൂട്ടാവുന്നു. പോണ വഴിക്ക് ആനയെ കണ്ട് അന്വേഷിച്ചെന്ന് പറയണം. നിന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ ശരിയെന്നാ മേലി നേരം ഇറങ്ങുന്നുണ്ടെങ്കിലേ മെസ്സേജ് യാത്ര. ഇത് കോൺക്രീറ്റഡ് ആണോ? ആ കഴിഞ്ഞ രാത്രി ആന ഇറങ്ങി മുളങ്കാട്ടിലും മുളയൊക്കെ പിടിച്ചു പിടിച്ചിട്ടേക്കോ. ആന ഇറങ്ങിയ ലക്ഷണം അവിടെ കാണിക്കുന്നത്. എനിക്കൊന്നും അത് കാരണം ഓന്തവേ ശരി. രാത്രി ഇങ്ങോട്ട് കയറി ഇറങ്ങാമായിരുന്നു. ടാറിങ്ങും കൂടെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു.
കൈതപ്പാറയെന്നാണോ ലൊക്കേഷൻ പറയുന്നത്? അവിടെ ആനപ്പിണ്ടം കിടക്കുന്നത്. ഒരു 12 മണിയൊക്കെയോ? ഹലോ, ആ കേക്കാവോ? ഈറ്റക്കാട്ടിലൂടെ ഒരു യാത്ര. ഹലോ, നല്ല അല്ലേ? നീല് വല്ല നിപ്പുണ്ടോ? ഇവിടെ ഇപ്പൊ ഒരു ആന വന്ന എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, ആനേരാ ചെയ്യാനുള്ളതൊക്കെ ആന ചെയ്തോ. നല്ല ആനച്ചൂടുണ്ടല്ലേ? അട്ടടിച്ചു. മുകളിൽ ഗൈസ്, രാത്രി നിന്ന ലൊക്കേഷൻ ഇതായിരുന്നു. ഈ വീട്ടിലായിരുന്നു നമ്മൾ ലൊക്കേഷൻ നിന്ന്. ഇനി ഇവിടെ നിന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലൊക്കെയാണ്. കുരുമുളകല്ലേ? ഈ വഴിക്ക് ആളില്ലല്ലോ. അവൾക്ക് അങ്ങേറ്റത്. ഗൈസ്, ഇതാണ് കൈതപ്പാറ പള്ളി. നമ്മൾ കൈതപ്പാറയിൽ വിട പറയുകയാണ് ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൈസ് എല്ലാവരും ഉണ്ട്. അച്ഛൻ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നും കൂടെ വരണം, ഇനി എല്ലാവരും കൂടെ കൂട്ടി എല്ലാവരും കൂടെ ഒരുമിച്ച് വരണം, ഒന്നും കൂടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൈതപ്പാറ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുന്നു ഗൈസ്. ഇന്നലെ രാത്രി ഇവിടെ വന്നുകൊണ്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ബായ്. ഗൈസ്, അങ്ങനെ അബയുടെ വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര പോവുകയാണ് ഗൈസ്. യാത്ര വിടുകയാണ് ഗൈസ്. കേറാ കുട്ടി.